വേൾഡ് ചാമ്പ്യൻഷിപ്പ് ഓഫ് ലെജൻഡ്സ് 2024 ഇന്ത്യൻ ചാമ്പ്യൻസും ഇംഗ്ലണ്ട് ചാമ്പ്യൻസും തമ്മിൽ നടന്ന മത്സരത്തിൽ ഇന്ത്യക്ക് വിജയം. ഒട്ടേറെ ഓർമ്മകൾ സമ്മാനിച്ച കിടിലൻ മത്സരമാണ് ഇന്ന് നടന്നത്. മുൻ താരങ്ങളുടെ പ്രകടനം ഒരിക്കൽ കൂടി ആസ്വദിക്കാൻ അവസരം ലഭിക്കുന്ന ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയെ നയിക്കുന്നത് യുവരാജാണ്. ഇംഗ്ലണ്ട് ക്യാപ്റ്റൻ കെവിൻ പീറ്റേഴ്സണും. ഇന്ന് നടന്ന മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്തത് ഇംഗ്ലണ്ടായിരുന്നു. ഇയാൻ ബെല്ല്, സമിത് പട്ടേൽ, ഒവേസ് ഷാ എന്നിവരുടെ പ്രകടനമാണ് ഇംഗ്ലണ്ട് നിരയെ 165 എന്ന സ്കോറിലെത്തിച്ചത്. ഇയാൻ ബെൽ 44 ബോളിൽ 9 ഫോർ ഉൾപ്പെടെ 59 റൺസ് നേടി. ഇന്ത്യൻ ബൗളർമാരെ പ്രഹരിച്ച സമിത് പട്ടേൽ 25 ബോളിൽ 5 ഫോറും 3 സിക്സും ഉൾപ്പെടെ 51 റൺസ് നേടി. ഒവേസ് ഷായുടെ പ്രകടനം എടുത്തു പറയേണ്ടതാണ്. പണ്ട് മുതലേ അറ്റാക്കിംഗ് ശൈലിയിൽ ബാറ്റ് ചെയ്തിരുന്ന അദ്ദേഹം 9 ബോളിൽ 3 ഫോറും 1 സിക്സും ഉൾപ്പെടെ 23 റൺസ് നേടി. ഇന്ത്യൻ ബൗളിങ്ങിൽ ഹർഭജൻ 2 വിക്കറ്റ് കിട്ടി. ധവാൽ കുൽക്കർണിയും വിനയ് കുമാറിനും ഓരോ വിക്കറ്റും. മറുപടി ബാറ്റിങ്ങിൽ റോബിൻ ഉത്തപ്പയും നമാലോജയും ചേർന്ന് തുടക്കത്തിൽ വെടിക്കെട്ട് സമ്മാനിച്ചു. ഇരുവരുടെയും കൂട്ടുകെട്ട് 62 റൺസ് വരെ പോയി. അപ്പോൾ ഓജ പുറത്തായി. 25 റൺസായിരുന്നു സമ്പാദ്യം. അപ്പുറത്ത് റോബിൻ ഉത്തപ്പ 32 ബോളിൽ 4 ഫോറും 2 സിക്സും ഉൾപ്പെടെ 50 റൺസ് നേടി. യുവരാജ്, സുരേഷ് റെയ്ന എന്നിവർ പെട്ടെന്ന് പുറത്തായി. പിന്നെ ഗുർപ്രീത് സിംഗിൻ്റെ ഊഴമായിരുന്നു. 17 ബോളിൽ 33 റൺസ് നേടി വെടിക്കെട്ട് പ്രകടനം നടത്തിയ അദ്ദേഹം. ഇർഫാൻ പത്താൻ്റെ 22 റൺസ് കൂടിയായപ്പോൾ ഇന്ത്യ ജയത്തിൻ്റെ അരികിലെത്തി. അവസാന 2 ഓവറിൽ ജയിക്കാൻ 11 റൺസ് മതിയായിരുന്നു. 19-ാം ഓവറിലെ അവസാന ബോൾ ഹർഭജൻ 6 അടിച്ച് ഇന്ത്യയെ വിജയത്തിലെത്തിച്ചു. ഇംഗ്ലണ്ടിനു വേണ്ടി ക്രിസ് ഷോഫീൽഡ് 4ഉം രവി ബുപാറ 2 വിക്കറ്റുകൾ നേടി.